വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഹൈക്കോടതി റദ്ദാക്കിയ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിക്ക് വീണ്ടും മർദ്ദനമേറ്റതായി പരാതി. മീൻകറിക്ക് പുളിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് രാഹുൽ മർദ്ദിച്ചതായാണ് പരാതി. ഞായറാഴ്ചയാണ് ആദ്യം മർദ്ദിച്ചതെന്നും തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചെന്നുമാണ് പെൺകുട്ടിയുടെ ആരോപണം. ഇതിനു മുൻപ് പെൺകുട്ടിയുടെ അമ്മ വിളിച്ചതിന്റെ പേരിലും മർദ്ദിച്ചുവെന്നും പരാതിയിലുണ്ട്. ഇന്നലെ പരാതിയില്ലെന്ന് എഴുതി നൽകിയെങ്കിലും ഇന്ന് പരാതി നൽകുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ ഭർത്താവ് രാഹുൽ പി ഗോപാലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ചതിനാണ് പോലീസ് 24 മണിക്കൂർ നേരത്തേക്ക് കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നത്. ഇയാൾ വിസമ്മതിച്ചതിനാൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കാൻ സാധിച്ചിട്ടില്ല. പുലർച്ചെ പാലാഴി ഭാഗത്താണ് പ്രശ്നമുണ്ടാക്കിയത്. പെൺകുട്ടി പരാതി കൊടുത്തതിനാൽ പോലീസിന് എഫ്ഐആർ ഇടാം. അതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാം. അവിടെയും വിസമ്മതം കാട്ടിയാൽ ഡോക്ടറിൽ നിന്നും മദ്യത്തിന്റെ മണമുണ്ടായിരുന്നുവെന്ന് എഴുതി വാങ്ങാം. അങ്ങനെ വന്നാൽ ഭാര്യയെ മദ്യലഹരിയിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസും ചുമത്താം. എന്നാൽ ഇതെല്ലാം ചെയ്യാൻ പോലീസ് വൈകുകയാണ്. ഇതോടെ പന്തീരങ്കാവിൽ ഉന്നത അട്ടിമറിയും സംശയമാകുകയാണ്. 1.5 മാസം മുൻപാണ് ആദ്യ കേസ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ഇരുവരും കോഴിക്കോട് പന്തീരങ്കാവിലെ രാഹുലിന്റെ വീട്ടിൽ താമസം തുടങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി രക്ഷിതാക്കൾക്കൊപ്പമാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെത്തി വീണ്ടും പരാതി നൽകിയത്. ഇതോടെ കേസിന് പുതിയ ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം സർട്ടിഫിക്കറ്റുകൾ രാഹുലിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുക്കാനായി പോലീസ് വീട്ടിൽ പരിശോധന നടത്തുകയാണ്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ഭർത്താവ് രാഹുൽ യുവതിയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് അമ്മയെ യുവതിക്കൊപ്പം നിർത്തി രാഹുൽ മുങ്ങി. ആംബുലൻസിൽ വെച്ചും മർദ്ദിച്ചുവെന്നും യുവതി പറയുന്നു. ഇത്തവണ മർദ്ദനം മീൻകറിയിൽ പുള്ളി കുറഞ്ഞു പോയെന്ന് പറഞ്ഞായിരുന്നു. അതിക്രൂരമായി ഭാര്യയെ മർദ്ദിക്കുകയായിരുന്നു പ്രതി. സമാനതകളില്ലാത്ത സംഭവമാണിത്. മുൻപ് ഈ പെൺകുട്ടിയുടെ കാരുണ്യത്തിൽ കേസ് ഒഴിവാക്കി രക്ഷപ്പെട്ടതാണ് പ്രതി. ഞായറാഴ്ചയാണ് ആദ്യം മർദ്ദിച്ചതെന്നും തിങ്കളാഴ്ച വീണ്ടും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ ആരോപണം. ഇതിനു മുൻപ് പെൺകുട്ടിയുടെ അമ്മ വിളിച്ചതിന്റെ പേരിലും മർദ്ദനമുണ്ടായി. എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും അച്ഛനും അമ്മയും വന്നാൽ പോകാൻ അനുവദിക്കണമെന്നും രാത്രി 11 മണിയോടെ ആശുപത്രിയിലെത്തിയ പന്തീരങ്കാവ് പോലീസിന് ഇവർ എഴുതി നൽകി. എന്നാൽ ഇന്ന് പരാതി എഴുതി നൽകിയതോടെ പോലീസ് കേസെടുത്തു. ഏറെ വിവാദമായ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് 1.5 മാസം മുൻപാണ്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് 1-ാം പ്രതിയും ഭർത്താവുമായ രാഹുൽ പി ഗോപാലും ആദ്യം പരാതി നൽകിയിരുന്ന ഭാര്യയും നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.